കാലത്തിന്റെ നേരെ പ്രതികൂലമായുള്ള യാത്രയാണ്. അതിനർത്ഥം നാം നേരെ കാലത്തിലേക്കുള്ള ഒരു യാത്ര നടത്തുകയാണ്. നമ്മുടെ ഓർമ്മകളിലേക്ക് ഇബ്രാഹിം വരികയാണ് അലൈഹിസ്സലാം. നമ്മുടെ ഓർമ്മകളിലേക്ക് ഹാജറ വരികയാണ് റളിയല്ലാഹു അൻഹ. നമ്മുടെ ഓർമ്മകളിലേക്ക് ഹസ്രത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രതിസന്ധികളെ ജയിക്കാൻ സാധിക്കുന്ന ഒരു മഹത്തായ ഒരു ജീവിതത്തെയാണ് നമ്മൾ അവിടെ ഓർക്കുന്നത്. മരുക്കാട്ടിൽ ആരുമില്ലാതെ വിജനമായി ജലരഹിതമായ മരുഭൂമിയിൽ, തപ്തമായ സൂര്യന്റെ താഴെ അതിന്റെ ചുവട്ടിൽ അതിനേക്കാൾ തപ്തമായി നിൽക്കുന്ന മരുക്കാട്ടിൽ ആരാരുമില്ലാതൊരു കുഞ്ഞിനെയും ആ കുഞ്ഞിന്റെ മാതാവിനെയും ഉപേക്ഷിച്ചു പോകാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോ ആ കൽപ്പനയെ ശിരസ വഹിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മുമ്പിൽ ഈ പിഞ്ചോമനെയും അതുപോലെ തന്നെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഉപേക്ഷിക്കപ്പെട്ട് ആരും തുണയില്ലാത്ത ഈ വിജനമായ ഒരു പ്രദേശത്ത് ഉപേക്ഷിച്ചു പോകാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന ശിരസ വഹിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തിരിച്ചു പോകുമ്പോ 2, 3, 4 ഭാഗവും ചുറ്റപ്പെട്ട ഈ വിശുദ്ധമായ ഗേഹത്തിന്റെ സമീപത്ത് മഹാനായ ഇസ്മായിൽ എന്ന കൊച്ചുകുഞ്ഞിനെയും അതുപോലെ ആ കുഞ്ഞിന്റെ പ്രിയപ്പെട്ട മാതാവിനെയും ഉപേക്ഷിച്ചു പോകുമ്പോ ഇബ്രാഹിമിന്റെ തപ്തമായ മനസ്സ് എത്രമേൽ ഖേദത്തോടുകൂടെ ആയിരിക്കാം പോയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. മഹാനായ ഇബ്രാഹിമിനെ പിന്നിൽ നിന്ന് വിളിച്ച പോലെ ഹാജറ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കൽപ്പനയും ഈ തീരുമാനവും അള്ളാഹുവിന്റേതോ അതോ താങ്കളുടേതോ എന്നായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ഇങ്ങനെ പറയുന്നത് കാണാം, ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് കാണാം. ഗദ്ഗദം മുറ്റിയ ആ കണ്ടനാളങ്ങളിൽ നിന്ന് വന്നത് ശബ്ദമായിരുന്നില്ല. സങ്കടത്തിന്റെ മുഴുവൻ സാഗരവും തടഞ്ഞു നിർത്തിയതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ താടി ഇങ്ങനെ ആട്ടിയിട്ട് പറഞ്ഞു അത്രേ, അതെ ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്.